റാം കെയർ ഓഫ് ആനന്ദി എന്ന നോവലിൻ്റെ 25-ാം ഭാഗം. രാവിലെ എഴുന്നേറ്റയുടൻ കിരണിനെയും കൂട്ടി റാം തെരുവിൽ പോയി ദോശമാവ് വാങ്ങി വന്നു. അടുക്കളയിൽ കിരണുമായി ഓരോ തമാശയും പറഞ്ഞ് ദോശ ചുടുന്നതിനിടയിൽ പുലർച്ചെ 5 മണിക്ക് ആനന്ദിയുടെ ഫോണിൽ നിന്നും ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് വന്നു കിടക്കുന്നത് അവൻ കണ്ടു. റാം അപ്പോൾ തന്നെ തിരികെ ഒരു ഗുഡ് മോർണിംഗ് മെസ്സേജ് അയച്ചു. അതിന് മറുപടിയായി താങ്ക്സ് എന്നൊരു മെസ്സേജ് വന്നു. ഹായ് ആനന്ദി, എന്താ രാവിലെ പരിപാടി? ഞാൻ പൂമാല ഡെലിവറി ചെയ്യുക. ആ വഴിക്ക് വൈകിട്ടത്തെ ബർത്ത്ഡേ പാർട്ടിയുടെ ആളുകളെയും കാണണം. ഓക്കെ, ഞാൻ ദോശ ചുടുക. നീ വല്ലതും കഴിച്ചോ? ഇപ്പോൾ ഒരു കോഫി കുടിച്ചു. രാവിലത്തെ കഴിപ്പൊക്കെ കണക്കാ. എങ്കിൽ ശരി റാം, ഞാൻ പോകുക. കോളേജിൽ വെച്ച് കാണാം. ബായ് ആനന്ദി. റാം ആദ്യമായിട്ടായിരുന്നു തൻ്റെ ഫോൺ വഴി ഒരു പെൺകുട്ടിയുമായി ചാറ്റ് ചെയ്യുന്നത്. അന്ന് കോളേജിലേക്ക് പോകുമ്പോൾ ഒരു ചെറിയ പാത്രത്തിൽ 2 ദോശയും തക്കാളി ചട്നിയും അവൻ ബാഗിൽ കരുതി. ബസ് ഗിണ്ടിയിലെത്തുമ്പോൾ മല്ലി സമൂസ വിൽക്കുന്ന അമ്മച്ചിയുമായി സംസാരിച്ചുകൊണ്ട് നിൽപ്പുണ്ടായിരുന്നു. എന്തായി, അവളോട് പറഞ്ഞോ? റാമിനെ കണ്ടയുടൻ ജിജ്ഞാസയോടെ അവൾ ചോദിച്ചു. ഇല്ലെന്നേ. ഓ, നിൻ്റെ ഒരു കാര്യം. എൻ്റെ മല്ലി, ഞാൻ ആദ്യം ഒന്ന് കൺഫേം ചെയ്യട്ടെ, എനിക്ക് അവരോട് ഇഷ്ടമുണ്ടെന്ന്. അല്പസമയം താ. അവനൊരു നെടുവീർപ്പിട്ടു. സമൂസ വിൽക്കുന്ന അമ്മച്ചി 2 പേർക്കും ഓരോ സമൂസ നൽകി നടന്നുപോയി. അപ്പോഴേക്കും ട്രെയിനെത്തി. പതിവ് കമ്പാർട്ട്മെൻറ്റിൻ്റെ വാതിലിന് ഇരുവശത്തും നിന്നുകൊണ്ട് അവർ സമൂസ കുറിച്ചു. നാട്ടിൽ പോകാൻ ഇനി 6 ദിവസം കൂടി, മല്ലി സന്തോഷത്തോടെ പറഞ്ഞു. നീ ശരിക്കും പോകുവാണോ? റാം അവളുടെ കണ്ണുകളിലേക്ക് നോക്കി ചോദിച്ചു. പിന്നെ പോകണ്ടേ? വീട്ടിൽ പോയാൽ നീ ഇന്ന് സന്തോഷമായിരിക്കുമോ മല്ലി? സന്തോഷമെന്നത് എൻ്റെ ജീവിതത്തിൽ പറഞ്ഞിട്ടില്ല റാം. സന്തോഷമില്ലേലും വീട്ടിൽ പോയാൽ ഇവിടുത്തെ പോലെ കാമം ശമിപ്പിക്കാൻ വരുന്ന പോലീസുകാരെ പേടിക്കേണ്ടി വരില്ല. വീട്ടിൽ ഞാൻ സുരക്ഷിതയായിരിക്കും. ഞാൻ നിന്നെ മിസ് ചെയ്യും മല്ലി. അവൾ അത് കേട്ട് പൊട്ടിച്ചിരിച്ചു. നുങ്കമ്പാക്കം എത്തിയപ്പോൾ റാം അവളുടെ കണ്ണുകളിലേക്ക് ഒന്നുകൂടി നോക്കി. ബായ്, അവൾ പറഞ്ഞു. അവനും തിരിച്ച് ബായ് പറഞ്ഞ് സ്റ്റേഷൻ്റെ വെളിയിലേക്ക് നടന്നുപോയി. കോളേജിലേക്ക് എത്തുമ്പോൾ ആനന്ദി എന്തോ പേപ്പറുകളിലെ വിവരങ്ങൾ കമ്പ്യൂട്ടറിലേക്ക് ടൈപ്പ് ചെയ്ത് കയറ്റുകയായിരുന്നു. റാം ബാഗിൽ നിന്നും ദോശ വച്ചിരുന്ന ബോക്സ് എടുത്ത് ടേബിളിലേക്ക് വെച്ചു. ഞാൻ ഉണ്ടാക്കിയത്. ആനന്ദി സംശയത്തിൽ അതെടുത്ത് തുറന്നു നോക്കി. റാം, തനിക്ക് കോടി പുണ്യം കിട്ടും. ശരിക്കും വിശന്നിരിക്കുമായിരുന്നു. ആ ഫംഗ്ഷൻ വീട്ടിലെ ആളുമായി പൈസയുടെ കാര്യവും പറഞ്ഞ് നല്ലതുപോലെ വായിട്ടളക്കേണ്ടി വന്നു. എൻ്റെ എനർജി മൊത്തം അയാൾ തിന്നു. എല്ലാം കഴിഞ്ഞ് തിരിച്ചിറങ്ങിയപ്പോൾ ശരിക്കും ലേറ്റായിപ്പോയി. അല്ലെങ്കിൽ സാധാരണ ഒരു കോഫി കൂടി കുടിക്കുന്നതാ. താങ്ക്സ് ഫോർ ദി ദോശ. അവൾ ദോശ അല്പം നുള്ളി വായിലേക്ക് വെച്ചുകൊണ്ട് പറഞ്ഞു. ശരി, ഉച്ചയ്ക്ക് കാണാം. അവൻ മുകളിലേക്ക് പോകാനായി തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു. റാം ക്ലാസ്സിലെത്തുമ്പോൾ എല്ലാവരും തലേന്ന് കണ്ട സിനിമയുടെ റിവ്യൂ പരസ്പരം ചർച്ച ചെയ്യുന്ന തിരക്കിലായിരുന്നു. റാം എഴുതിയ റിവ്യൂ രേഷ്മയും വെട്രിയും കൂടി വായിക്കാനായി പിടിച്ചു മേടിച്ചു. ആ സമയത്ത് റാമിൻ്റെ ഫോണിലേക്ക് ഒരു മെസ്സേജ് വന്നു. താങ്ക്സ് ഫോർ ദി കെയർ. ആനന്ദിയുടെ മെസ്സേജ് വായിച്ചപ്പോൾ ശരീരം മുഴുവൻ പോസിറ്റീവ് എനർജി പാഞ്ഞു കയറുന്നത് പോലെ റാമിന് തോന്നി. അന്ന് ഉച്ചയ്ക്ക് ഉണവകത്തിൽ വെച്ച് ആനന്ദിയും വെട്രിയും റാമും കൂടി രേഷ്മയെ ഓഡിഷന് വേണ്ടി മാനസികമായി തയ്യാറെടുപ്പിച്ചു. അവൾ നന്നായി പെർഫോം ചെയ്തിട്ടുള്ള മ്യൂസിക്കൽ വീഡിയോകളും സിനിമാ ഡയലോഗുകൾ പറഞ്ഞുള്ള വീഡിയോകളും അതിന് സോഷ്യൽ മീഡിയകളിൽ ലഭിച്ച പോസിറ്റീവ് കമൻറ്റുകളും കാട്ടി വെട്രി അവളെ ബൂസ്റ്റ് ചെയ്തു. എങ്കിലും നേരിയ ഒരു ഭയം അവളിൽ പ്രകടമായിരുന്നു. വൈകിട്ട് കോളേജ് വിട്ടത് നുങ്കമ്പാകത്ത് തന്നെയുള്ള വിഘ്നേശ്വര ഓഡിറ്റോറിയത്തിലേക്ക് അവർ 4 പേരും കൂടി പുറപ്പെട്ടു. അവരവിടെ എത്തുമ്പോൾ പാർട്ടി ഓഡിറ്റോറിയത്തിന് മുന്നിലായി അവരെയും കാത്തു നിൽപ്പുണ്ടായിരുന്നു. അപ്രതീക്ഷിതമായി പാർട്ടിയെ മുന്നിൽ കണ്ടതും രേഷ്മ അവരെ 3 പേരെയും അത്ഭുതത്തോടെ നോക്കി. എന്നിട്ട് പാർട്ടിയെ ചെന്ന് കെട്ടിപ്പിടിച്ചു. പാർട്ടി കൂടി ഉണ്ടെങ്കിലല്ലേ നമ്മുടെ കോറം തികയുള്ളൂ. ആനന്ദ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ആദ്യത്തെ ഓഡിഷനല്ലേ, നീ ഇന്ന് തകർക്കും, എനിക്കുറപ്പാ. പാർട്ടി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ധൈര്യപ്പെടുത്തി. അതെ, വന്നേ നമുക്ക് പെട്ടെന്ന് പണി തീർത്തിട്ട് വടപളനിയിലെത്താനുള്ളതാ. റാം തിരക്കുകൂട്ടി. റാമും വെട്രിയും കൂടി ബലൂണുകളിൽ കാട്ടി നിറയ്ക്കുന്ന നേരത്ത് പാർട്ടിയും രേഷ്മയും ആനന്ദിയും കൂടി സ്റ്റേജിലെ ഡെക്കറേഷൻ പരിപാടികൾ ചെയ്ത് തീർത്തുകൊണ്ടിരുന്നു. അപ്പോഴേക്കും ഭക്ഷണവും കൊണ്ടുള്ള വണ്ടി എത്തി. തൊട്ടു പിന്നാലെ ചില കോളേജ് പെൺപിള്ളേരും വന്നെത്തി. അവരെല്ലാം ധരിച്ചിരുന്ന വെളുത്ത ടീഷർട്ടിൽ ആനന്ദി ഡെക്കറേഷൻസ് ആൻഡ് കാറ്ററിംഗ് എന്ന പ്രിന്റ് ചെയ്തിരുന്നു. അതിൽ ഒരുവളോട് ആനന്ദി എന്തൊക്കെയോ നിർദ്ദേശങ്ങൾ പറഞ്ഞു കൊടുത്തു. ഇതിപ്പോൾ പേരൊക്കെ ഇട്ടു? റാം സംശയത്തോട് ചോദിച്ചു. പേരൊക്കെ മുൻപേ ഉണ്ടായിരുന്നതാ. കാറ്ററിങ്ങിന് വരുന്ന ചെക്കന്മാരൊക്കെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയപ്പോൾ അവന്മാരെയെല്ലാം മാറ്റി ഞാൻ ഫുൾ പെൺപിള്ളേരെയാക്കി. ഇവർ അവന്മാരെക്കാളും അടുക്കും ചിട്ടയുമായി കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതുമല്ല, എല്ലാവരും പഠനത്തോടൊപ്പം ഓരോ കുടുംബം നോക്കുന്നവരാ. അവന്മാർ കൂട്ടി ചോദിച്ച പണം ഞാൻ ഇവർക്ക് കൊടുക്കുന്നുണ്ട്. അവരും ഹാപ്പി, ഞാനും ഹാപ്പി. പിന്നെ ടീഷർട്ടൊക്കെ ഞാനിപ്പോൾ സംസാരിച്ച കുട്ടിയില്ലേ, മാലിനി, ബികോം പഠിക്കുക, അവളുടെ ഐഡിയ ആണ്. ആനന്ദി ആത്മവിശ്വാസത്തോടെ പറഞ്ഞു. എന്തായാലും കലക്കി. അപ്പോൾ നമുക്കൊന്നും ഇനി തൻ്റെ കമ്പനി ചാൻസ് ഇല്ല അല്ലേ? എന്നാര് പറഞ്ഞു? വല്ല പണി കിട്ടിയാൽ അപ്പോൾ ഞാൻ വിളിക്കും. റൂമിലെ ആ ചേട്ടനെയും പയ്യനെയും കൂട്ടി പറന്നെത്തണേ. ഡെക്കറേഷന് കൊണ്ടുവന്ന തണ്ണിമത്തനിൽ ആനന്ദി നിമിഷങ്ങൾക്കകം ഓരോ രൂപങ്ങളും പൂക്കളുമൊക്കെ ഉണ്ടാക്കുന്നത് കണ്ട് അവർ അത്ഭുതപ്പെട്ടു. 1 മണിക്കൂർ കൊണ്ട് അവിടുത്തെ എല്ലാ ഡെക്കറേഷൻ പരിപാടികളും അവർ തീർത്തു. കാറ്ററിംഗ് ടീമിലെ മാലിനിയെ അവിടുത്തെ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ച് 3 വണ്ടികളിലായി അവർ 5 പേരും വടപളനിയിലേക്ക് പുറപ്പെട്ടു. രേഷ്മയുടെ വണ്ടിയിലെ പിന്നിലാണ് പാർട്ടി കയറിയത്. എല്ലാവരും കൂടെയുള്ളത് രേഷ്മയ്ക്ക് വലിയ ആശ്വാസമായിരുന്നു. മറ്റൊരു സ്ത്രീയിലുള്ളതാണെങ്കിലും വെട്രി എന്ന സഹോദരൻ തനിക്ക് കിട്ടിയ ഏറ്റവും വലിയ അനുഗ്രഹമായി അവൾക്ക് തോന്നി. ഒടുവിൽ ഓഡിഷൻ നടക്കുന്ന ഹാളിലെത്തുമ്പോൾ വലിയൊരു കൂട്ടം ആളുകൾ തടിച്ചുകൂടി നിൽപ്പുണ്ടായിരുന്നു. അതിൽ പലരും അമിതമായി മേക്കപ്പൊക്കെ ചെയ്ത് ഓഡിഷൻ ചെയ്യുന്ന ടീമിനെ ആകർഷിക്കാൻ തക്കവണ്ണമാണ് വന്നെത്തിയിരിക്കുന്നത്.
ആനന്ദി അവരെയൊക്കെ നോക്കിയ ശേഷം രേഷ്മയുടെ അരികിലേക്ക് ചെന്ന് തൻ്റെ തൂവാല കൊണ്ട് അവളുടെ മുഖത്തെ വിയർപ്പ് ഒപ്പി നീക്കി. അവളെ അല്പം മാറ്റി നിർത്തി അവളുടെ മുടി ഇരുവശത്തേക്ക് മുന്നിലേക്ക് എടുത്തിട്ടു. എന്നിട്ടും എന്തോ ഒരു കുറവുള്ളതുപോലെ തോന്നിയപ്പോൾ തൻ്റെ നെറ്റിയിൽ നിന്നും പൊട്ട് നുള്ളിയെടുത്ത് അവളുടെ നെറ്റിക്ക് വെച്ചു കൊടുത്തു. "നീ ഒരു സുന്ദരി കോത തന്നെ," ആനന്ദ് ചിരിച്ചുകൊണ്ട് പറഞ്ഞു. രേഷ്മ സമീപത്ത് കിടന്ന വണ്ടിയുടെ മിററിൽ മുഖം നോക്കാൻ ആഞ്ഞെങ്കിലും പിന്നെ അത് വേണ്ടെന്ന് വെച്ച് ആനന്ദിയിലേക്ക് തിരിഞ്ഞു. "നിന്റെ കണ്ണിൽ ഞാൻ ഓക്കെയല്ലേ? ഡബിൾ ഓക്കെ. ഇനി നീ സ്റ്റേയിൽ കൂടി തകർത്താൽ മതി," ആനന്ദി പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വെട്രിയും റാമും രജിസ്ട്രേഷൻ കൗണ്ടറിൽ പോയി ഓൺലൈൻ രജിസ്റ്റർ ചെയ്ത നമ്പർ പറഞ്ഞ് രേഷ്മയ്ക്കുള്ള ടാഗുമായി വന്നു. അത് വാങ്ങി കഴുത്തിട്ടിട്ട് കണ്ണുകളടച്ച് അവൾ ദീർഘമായി ഒന്ന് ശ്വാസമെടുത്തു. ശേഷം തന്നെ നോക്കി നിൽക്കുന്ന പാട്ടിയെയും വെട്രിയും റാമിനെയും ആനന്ദിയെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. അവരുടെയെല്ലാം മുഖത്ത് കണ്ട കരുതൽ അവൾ ആത്മവിശ്വാസമാക്കി മാറ്റി. ശേഷം ഓഡീഷന് വന്നവർ ഇരിക്കുന്ന ഭാഗത്തേക്ക് നടന്നുപോയി. പാട്ടിയും ആനന്ദിയും വെട്രി റാമും കൂടി ഓഡീഷൻ നടക്കുന്നത് കാണാൻ വന്നിരിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്ന കസേരകളിൽ പോയിരുന്നു. ഓഡീഷൻ ചെയ്യാനായി ഡയറക്ടർ മണിരത്നം അടങ്ങുന്ന 5 ജഡ്ജിംഗ് പാനൽ സ്റ്റേജിൻ്റെ മുന്നിലായി തയ്യാറായിരുന്നു. 3 റൗണ്ടുകളായാണ് ഓഡീഷൻ നടത്തുന്നതെന്ന് അവതാരകനെപ്പോലെ തോന്നിച്ച ഒരാൾ സ്റ്റേജിൽ നിന്ന് മൈക്കിലൂടെ വിളിച്ചു പറഞ്ഞു. 300ഓളം വരുന്ന മത്സരാർത്ഥികൾ സ്റ്റേജിൻ്റെ മുന്നിൽ ഒരു ഭാഗത്ത് ഇരിപ്പുണ്ടായിരുന്നു. ആ കൂട്ടത്തിനിടയിൽ രേഷ്മയും ഉണ്ടായിരുന്നു. ഒന്നാമത്തെ റൗണ്ട് 30 സെക്കൻഡുകൾ കൊണ്ട് പൂർണ്ണമായും ലോക്കൽ തമിഴിൽ സെൽഫ് ഇൻട്രോ പറയുകയായിരുന്നു. നമ്പർ അനുസരിച്ച് മത്സരാർത്ഥികൾ വരിവരിയായി നിന്നുകൊണ്ട് സ്റ്റേജിൽ കയറി തങ്ങളുടെ സെൽഫ് ഇൻട്രോ നടത്തി. അതിൽ ചിലർക്ക് 30 സെക്കൻഡുകൾക്കകം പറഞ്ഞു തീർക്കുവാൻ കഴിഞ്ഞില്ല. അങ്ങനെയുള്ളവരെയും സംസാരിക്കാൻ പതർച്ച തോന്നിയവരെയും നന്നായി പെർഫോം ചെയ്യാത്തവരെയും ആദ്യത്തെ റൗണ്ടിൽ നിന്ന് പുറത്താക്കി. പക്ഷേ പാട്ടിയെയും കൂട്ടരെയും ഞെട്ടിച്ചുകൊണ്ട് രേഷ്മ തമിഴ്നാട് കോവൈ സരളയുടെ സംസാരശൈലിയിൽ അവളുടെ ഇൻട്രോ നടത്തി. മണിരത്നം ഉൾപ്പെടെ ജഡ്ജിംഗ് പാനലിലുള്ളവർ അവളുടെ പെർഫോമൻസിന് കൈയടിച്ചു. അങ്ങനെ ആദ്യത്തെ റൗണ്ട് കഴിഞ്ഞപ്പോൾ മത്സരാർത്ഥികളുടെ എണ്ണം 300-ൽ നിന്ന് 123ആയി കുറഞ്ഞു. രണ്ടാം റൗണ്ടിലായി ഓഡിഷൻ ചെയ്യുന്നവർ ചന്ദ്രമുഖി എന്ന സിനിമയിൽ നടി ജ്യോതികയുടെ ക്ലൈമാക്സിലെ പ്രകടനം പ്രൊജക്ടറിൽ പ്ലേ ചെയ്തു. എന്നിട്ട് അതേ സീൻ സ്റ്റേജിൽ അവതരിപ്പിക്കുവാൻ മത്സരാർത്ഥികളോട് പറഞ്ഞു. അത് കേട്ടതും പലരും അസ്വസ്ഥരായി. നമ്പർ അനുസരിച്ച് ഓരോരുത്തർ സ്റ്റേജിൽ കയറി പ്രകടനം കാഴ്ചവെച്ച് തുടങ്ങി. ഭൂരിഭാഗം ആളുകളും ഇടയ്ക്ക് വെച്ച് ഡയലോഗ് നിർത്തി ഓഡിഷനിൽ നിന്നും പുറത്തായി. പക്ഷേ ഡയലോഗുകൾ മുഴുവനായി പറഞ്ഞവർ അസാധ്യമായ പ്രകടനം കാഴ്ചവയ്ക്കുകയും ചെയ്തു. രേഷ്മ വളണ്ടിയർമാരിൽ നിന്നും ഒരുവനോട് ചോദിച്ച് പാട്ടിയും കൂട്ടരും ഇരിക്കുന്ന ഭാഗത്തേക്ക് ഓടി വന്നു. "ആനന്ദി, കാര്യങ്ങൾ കയ്യിന്ന് പോയി. എനിക്കിത് പറ്റുമെന്ന് തോന്നുന്നില്ല," രേഷ്മ വേവലാതിയോടെ പറഞ്ഞു. റാമും വെട്രിയും നിരാശയോടെ പരസ്പരം നോക്കി. രേഷ്മയുടെ മുഖത്തെ സമ്മർദ്ദം കണ്ടിട്ട് പാട്ടി അവളുടെ കയ്യിൽ മുറുകെ പിടിച്ചു. അവളുടെ കൈവെള്ള ഐസ് പോലെ തണുപ്പുള്ളതും വിയർപ്പ് കൊണ്ട് നനഞ്ഞതുമായിരുന്നു. "രേഷ്മയെ, മത്സരത്തിന് എപ്പോഴും ഒരു വിജയി ഉണ്ടാകും എന്ന് വെച്ച് ആ മത്സരത്തിൽ പങ്കെടുത്ത് തോറ്റവരൊക്കെ കഴിവില്ലാത്തവരെന്നല്ല. ഇപ്പോൾ നിങ്ങൾക്കായി തന്ന ഈ സിനിമാ സീൻ ടാലൻ്റായിട്ടുള്ള മുൻനിര നടികളോട് ഇതുപോലെ പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞാൽ ചിലപ്പോൾ അവർക്കും അതിന് കഴിഞ്ഞെന്ന് വരില്ല. എന്ന് കരുതി അവരൊക്കെ കഴിവില്ലാത്തവരോ തോറ്റവരോ ആണെന്നാണോ? എല്ലാവരും അവരുടേതായ രീതിയിൽ കഴിവുള്ളവരാണ്. ഒരാളെ അനുകരിച്ച് അതുപോലെ തന്നെ ചെയ്ത് ഫലിപ്പിക്കുന്നതിലല്ല കാര്യം. നമ്മുടേതായ രീതിയിൽ ആ സീൻ അഭിനയിക്കുന്നതിലാണ് കാര്യം. ഈ സിനിമയുടെ മലയാളം പതിപ്പ് നീ കണ്ടിട്ടുണ്ടോ? അതിൽ ശോഭന എന്ന നടി ഈ സീൻ ചെയ്തത് മറ്റൊരു രീതിയിലാണ്. അതാണ് അവരുടെ ശൈലി. ഇത് ജ്യോതിക എന്ന നടിയുടെ ശൈലി. പക്ഷേ രണ്ടും ആളുകൾ ഒരുപോലെ സ്വീകരിച്ചു. ശോഭനയും ജ്യോതികയും വിജയികളായി. ഇപ്പോൾ രേഷ്മ എന്ന ഭാവിയിലെ നടിയും അവളുടേതായ ശൈലിയിൽ ആ സീൻ ചെയ്യാൻ പോകുന്നു. നീ ആരെയും അനുകരിക്കേണ്ട. നീയായിരുന്നു ആ സീൻ ചെയ്തിരുന്നതെങ്കിൽ എത്രത്തോളം അത് മനോഹരമാക്കി ചെയ്തേനെ എന്നാലോചിച്ച് ചെയ്. ജയവും തോൽവിയുമൊക്കെ ചിന്തിക്കുന്നത് പിന്നെയാവാം." രേഷ്മയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ അവരെ കെട്ടിപ്പിടിച്ച് നെറ്റിയിലൊരു മുത്തം കൊടുത്തിട്ട് തിരികെ നടന്നുപോയി. മത്സരാർത്ഥികളുടെ കൂട്ടത്തിലിരുന്നു. ശേഷം അവരെ എല്ലാവരെയും ഒരു നോട്ടം നോക്കി. ആനന്ദിയും വെട്രി റാമും അവളെ തള്ളവിരൽ ഉയർത്തി ഓൾ ദി ബെസ്റ്റ് എന്ന് ആംഗ്യം കാണിച്ചു. പുറത്തായവർ നിരാശയോടെ സ്റ്റേജിൻ്റെ മുന്നിൽ ഒരു വശത്തായി കൂടി നിന്നു. രേഷ്മയുടെ ഊഴമെത്തി. ചെറിയ പരുങ്ങലോടെ അവൾ പെർഫോം ചെയ്യാൻ സ്റ്റേജിലേക്ക് കടന്നു കയറി. ഒരു നിമിഷം കണ്ണുകളടച്ച് അവൾ ശ്വാസമെടുത്തു. സ്റ്റേജിൽ നിന്നിരുന്നത് അവളായിരുന്നുവെങ്കിലും ഹൃദയമിടിപ്പ് കൂടിയത് സ്റ്റേജിന് വെളിയിലിരിക്കുന്ന പാട്ടിയുടെയും വെട്രിയുടെയും റാമിൻ്റെയും ആനന്ദിയുടെയുമായിരുന്നു. "ഒരു നിമിഷം ആ മൈക്കൊന്ന് തരാമോ പ്ലീസ്?" പെർഫോം ചെയ്യും മുൻപ് രേഷ്മ അവതാരകനോട് ചോദിച്ചു. അയാളൊന്ന് സംശയത്തോടെ അവളെ നോക്കിയ ശേഷം അവൾക്ക് മൈക്ക് കൈമാറി. "ഡിയർ ജഡ്ജിംഗ് പാനൽ, നിങ്ങളിപ്പോൾ എനിക്ക് തന്നിരിക്കുന്ന ഈ ടാസ്ക് എന്നാൽ കഴിയും വിധം ഞാൻ ചെയ്യും. പക്ഷേ അതൊരിക്കലും ആക്ട്രസ് ജ്യോതിക ചെയ്തതുപോലെ ആയിരിക്കില്ല. കാരണം ഇതേ ചിത്രത്തിൻ്റെ മലയാളം പതിപ്പിൽ നടി ശോഭന ചെയ്തതിൻ്റെ അനുകരണമല്ല ജ്യോതിക മാം ചെയ്തിരിക്കുന്നത്. പക്ഷേ നമുക്കറിയാം 2 ചിത്രങ്ങളും സൂപ്പർ ഹിറ്റാണ്. ഒരാൾ ചെയ്ത ഒന്ന് അതേ രീതിയിൽ അനുകരിക്കുന്നതിലല്ല, അതേ വിഷയം നമ്മുടേതായ ശൈലിയിൽ സീനിൻ്റെ ഇമ്പോർട്ടൻസ് അല്പം പോലും ചോർന്നു പോകാതെ ചെയ്യുന്നതിലാണ് കാര്യമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക്സ്." അവൾ മൈക്ക് തിരികെ കൊടുത്ത് പാട്ടിയെയും കൂട്ടരെയും ഒന്ന് നോക്കി. അവർ 4 പേരുടെയും മനസ്സിലപ്പോൾ രേഷ്മ ജയിച്ചു നിൽക്കുകയായിരുന്നു. 1 മിനിറ്റ് നീണ്ടുനിന്ന അവളുടെ അഭിനയം അവസാനിച്ചപ്പോൾ ഏറ്റവും ആദ്യം കയ്യടി ഉയർന്നത് മത്സരത്തിൽ നിന്നും പുറത്തായവരുടെ ഭാഗത്തു നിന്നുമായിരുന്നു. തോൽവിയുടെ വക്കിൽ നിന്നും ഉയർത്തെഴുന്നേറ്റ ഒരുവളുടെ ജയത്തിനുള്ള കയ്യടിയായിരുന്നു അത്. രേഷ്മ അത് കണ്ട് സന്തോഷത്താൽ സ്റ്റേജിൽ നിന്ന് കരഞ്ഞു. ജഡ്ജിംഗ് പാനലിലെ 5 പേരും എഴുന്നേറ്റ് നിന്ന് കൈയടിച്ചു. ഹാളിലെ കയ്യടികൾ നിറഞ്ഞപ്പോൾ പാട്ടിയും കൂട്ടരും അഭിമാനത്തോടെ പരസ്പരം കെട്ടിപ്പിടിച്ചു. ഓഡിഷൻ കഴിഞ്ഞപ്പോൾ രാത്രി 12 മണിയായി.
അവസാനത്തെ റൗണ്ടിൽ ജഡ്ജിംഗ് പാനലിൽ നിന്നും മൈക്കിലൂടെ വിളിച്ചു പറയുന്ന ഓരോ വികാരങ്ങൾ സെക്കൻഡുകൾക്കുള്ളിൽ മാറ്റി മാറ്റി മുഖത്ത് കൊണ്ടുവരാനുള്ള മത്സരമായിരുന്നു. രേഷ്മ കഴിയുന്ന രീതിയിൽ പ്രകടനം കാഴ്ചവെച്ചു. ഒടുവിൽ അവസാന റൗണ്ടിൽ നിന്നും തിരഞ്ഞെടുക്കുന്നവർക്ക് വൈകാതെ ഒരു ഫോൺ കോൾ വരുമെന്ന് അറിയിച്ച ശേഷം ആ ഓഡിഷൻ അവസാനിച്ചു. രേഷ്മയുടെ പ്രകടനം ഇഷ്ടപ്പെട്ട ചിലർ അവൾക്കരികിലേക്ക് വന്ന് അഭിനന്ദനങ്ങൾ അർപ്പിച്ചു. "നമുക്ക് വസന്തനഗർ ബീച്ചിലേക്ക് പോയാലോ?" തിരക്കൊക്കെ കഴിഞ്ഞ് ഓഡിറ്റോറിയത്തിന്റെ മുന്നിലെ പാർക്കിങ്ങിലേക്ക് നടക്കുന്നതിനിടയിൽ രേഷ്മ അവരോട് 4 പേരോടും ചോദിച്ചു. ഈ സമയത്തോ ആനന്ദി സംശയത്തിൽ ചോദിച്ചു. "ഞാൻ റെഡി." പാട്ടി രേഷ്മയുടെ പ്ലാൻ കേട്ടയുടൻ മറുപടി പറഞ്ഞു. "എങ്കിൽ ഞാനും റെഡി." രാമും പറഞ്ഞു. "നിനക്ക് ഫ്ലാറ്റിലേക്ക് തിരിച്ചു പോകണ്ടേ?" വെട്രി രാമിനെ നോക്കി ചോദിച്ചു. "ഞാൻ ബിന്നിച്ചേട്ടനെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ലേറ്റാവുമെന്ന്." അവനൊരു കണ്ണിറുക്കി കാണിച്ചുകൊണ്ട് പറഞ്ഞു. "എങ്കിൽ പിന്നെ വാ, പോയേക്കാം." വെട്രിയും പച്ചക്കൊടി കാട്ടി. ഒടുവിൽ ആനന്ദിയും സമ്മതിച്ചു. രേഷ്മ സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പാട്ടി അവളുടെ പിന്നിലേക്ക് കയറി. വെട്രിയുടെ ബൈക്ക് രാമാണ് ഓടിച്ചത്. ആനന്ദിയും തന്റെ ലൂണ കിക്ക് ചെയ്ത് സ്റ്റാർട്ടാക്കി. വടപളനിയുടെ തെരുവിലൂടെ അവർ 5 പേരും 3 വണ്ടികളിലായി നിരനിരയായി വസന്തനഗർ ബീച്ചിലേക്ക് സഞ്ചരിച്ചു. ആനന്ദ് ഇടയ്ക്ക് ബാക്കിയുള്ളവരെല്ലാം പിന്നിലാക്കി വണ്ടി മുന്നോട്ടോടിച്ച് അവരെ തോൽപ്പിച്ചതുപോലെ തിരിഞ്ഞിട്ട് ഇളിച്ചുകാട്ടി. രേഷ്മയും പാട്ടിയും അവരുടെ പിന്നാലെ വണ്ടി പറത്തിവിട്ടു. തൊട്ടു പിന്നാലെ റാമും വെട്രിയും മുന്നോട്ട് വച്ചു പിടിച്ചു. രേഷ്മയും പാട്ടിയും സഞ്ചരിക്കുന്ന സ്കൂട്ടറിനെയും ആനന്ദിയുടെ ലൂണയെയും കടത്തിവെട്ടി റാമിന്റെയും വെട്രിയുടെയും തണ്ടർബേർഡ് ബൈക്ക് മുന്നിലെത്തി.